ധനകാര്യമന്ത്രിയും ലോ മിനിസ്റ്റർ ചീഫ് സെക്രട്ടറിയുടെ ഒരു കമ്മിറ്റിയുണ്ട്. ഞങ്ങൾ ചില മീറ്റിങ്ങുകൾ ചേർന്നിരുന്നു. പക്ഷേ സെൻറ്ററിൻ്റെ ചില കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ വേണം. ഇപ്പോൾ അവരുടെ ആ പുതിയ അഷ്വേർഡ് സ്കീം, യൂണിഫൈഡ് പെൻഷൻ സ്കീം, അതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വയനാടിന് പണം കിട്ടുന്നതിൻ്റെ തടസ്സം നമ്മുടെ വയനാട് പുനരധിവാസത്തെ ബാധിക്കുമോ എന്ന ചോദ്യം കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ പറയുന്നുണ്ട്. ഒരു കാരണവശാലും അത് ബാധിക്കില്ല എന്ന് മാത്രമല്ല, ആകെ ആ ഭൂമി കിട്ടുന്നതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ നിർമ്മാണം തുടങ്ങും. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 1 വർഷത്തിനകം അത് പൂർത്തീകരിക്കണമെന്നാണ്. കാരണം അങ്ങനത്തെ ഒരു നിർമ്മാണ രീതിയാണ്. 750 കോടി രൂപയാണ് അതിനു വേണ്ടി മാത്രം വരുന്നത്. കുറച്ചൊക്കെ നമുക്ക് സന്നദ്ധ സംഘടനകളുടെ എല്ലാം സഹായം കിട്ടും. കേന്ദ്രത്തിൽ നമ്മൾ ഇനിയും വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അതൊന്നും കിട്ടിയാലും ഇല്ലെങ്കിലും ഈ കാര്യത്തിനകത്ത് തടസ്സം ഉണ്ടാവില്ല. വയനാട് ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള എല്ലാ പുനരധിവാസവും നടത്തുമെന്ന് ഇതിനകത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് മെട്രോ റെയിലിൻ്റെ കാര്യമാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലെ ബേസിക് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ റെയിൽ വേണമെന്നാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം മെട്രോ റെയിലിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ അടുത്ത വർഷം തുടങ്ങുമെന്ന് പറഞ്ഞു. കാരണം വിഴിഞ്ഞമെല്ലാം വന്ന് മുഴുവൻ സ്ഥലം എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയി കഴിഞ്ഞിട്ടല്ലേ ഇത് പണിയാൻ പോകണ്ടേ. ഈ മെട്രോ റെയിൽ എന്ന് പറഞ്ഞാൽ പോളിസിയും DPR ഒന്നും ആയിട്ടില്ല. എങ്കിലും ഞാൻ പറയാം, വിഴിഞ്ഞത്തുനിന്ന് സിറ്റിയുടെ അങ്ങേയറ്റിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഉള്ള സിറ്റി ആയിരിക്കത്തില്ല, വിഴിഞ്ഞം വരെ ആയിരിക്കും. വിഴിഞ്ഞം വളരെ വലിയ ഗ്രോത്തിൽ വരുന്ന സ്ഥലമാണ്. അപ്പം അങ്ങനെയുള്ള മെട്രോയുടെ പ്ലാനിംഗ് ഒക്കെ ഇപ്പോൾ നടക്കണം. അടുത്ത വർഷം കൃത്യമായിട്ട് അത് നടത്തിപ്പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോടിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഈ ലൈഫിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും സാധാരണക്കാരുടേതാണല്ലോ ഈ ലൈഫ് പദ്ധതി. ഏറ്റവും ഉയർന്ന വിഹിതം വെച്ചേക്കുന്നത് ഇപ്രാവശ്യമാണ്. ലൈഫിൻ്റെ പദ്ധതിക്ക് പണം ഇനിയും കിട്ടാനുണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ 5.5 ലക്ഷം പേർക്ക് വീട് കൊടുക്കുക. ഈ വർഷം 1 ലക്ഷം വീട് പൂർത്തീകരിക്കും. ചെറിയൊരു പദ്ധതിയല്ല. അപ്പോൾ ഈ 1160 കോടി രൂപ ഇത് നമ്മുടെ ലൈഫ് തുടങ്ങിയ കാലത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ബഡ്ജറ്റ് വിഹിതമാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും 774 കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തേക്കാളും അധികം കൊടുത്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം ആകെയുള്ളത് 28% വർദ്ധിപ്പിച്ചു. പിന്നെ ഓരോ മേഖലയിലും ഇതേപോലെ വലിയ വർധന വന്നിട്ടുണ്ട്. നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനവും പുതിയ തരത്തിലുള്ള മേഖലകളിൽ കൂടുതൽ പണം മുടക്കുന്നതുമായിട്ടുള്ള പദ്ധതികൾ കുറേ പറഞ്ഞിട്ടുണ്ട്. അത് ലോങ് റണ്ണിൽ ഗുണമുണ്ടാക്കുന്നതാണ്. അതിപ്പം വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ഗ്രോത്ത് ട്രയാങ്കിൾ 1000 കോടി രൂപ ഇപ്പോൾ കിഫ്ബിയുടെ ഫണ്ടായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അതിന് ചില ജോയിൻറ്റ് സാധനങ്ങൾ വരുന്നുണ്ട്. ഇനിയും പണം വേണ്ടി വന്നാൽ മാറ്റിവെക്കും ഇനിയും. കാരണം വലിയ തോതിൽ നിക്ഷേപം വന്നാൽ മാത്രമേ നമ്മുടെ ഈ വിഴിഞ്ഞത്തിനെ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റൂ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കാണും, വിഴിഞ്ഞത്തിൻ്റെ ഭാഗത്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അവരുടെ വാണിജ്യ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു സെൻറ്ററൂടെ വരുന്നതിന് നമ്മളിപ്പോഴേ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് 100 ഏക്കർ സ്ഥലം, അല്ലെങ്കിൽ അവർക്ക് ആകെ 100 ഏക്കർ വേണ്ടി വരില്ല. പക്ഷേ ഓരോരുത്തരുടെയും ഒരു സെൻറ്റർ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ വിഴിഞ്ഞ ഒരു വലിയ ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ കേന്ദ്രമാവും, ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലമാവും. അതുകൊണ്ട് ആ തരത്തിലാണ് ഗവൺമെൻറ് കാണുന്നത്. ഗ്രോത്ത് സെൻറ്ററിൻ്റെ കാര്യം പറഞ്ഞു. പിന്നീട് നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെയും ഒക്കെ മേഖലയിലുള്ള ഡെവലപ്മെൻറ്റ്, GPO വളരെ വലിയ മാറ്റങ്ങൾ വരുന്ന ഏരിയകളാണ് ഈ GPU ക്ലസ്റ്റർ, അതുപോലെ പിന്നെ GCC, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. പുതിയ ഒരു മോഡൽ ഡെവലപ്മെൻറ്റ് കിഫ്ബിയുടെ വരുന്ന ഒരു മേഖലയാണ്. മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൊല്ലത്തൊരു പൈലറ്റ് പദ്ധതി പറഞ്ഞു. കാരണം ഇപ്പോൾ നമ്മളുടെ സ്ഥലം മേടിച്ചിട്ടേ നമുക്കൊരു ബിസിനസ് സാധാരണ തുടങ്ങുള്ളൂ. ലാൻഡ് അക്വിസിഷൻ 3 വർഷം എടുക്കും. പലപ്പോഴും വില വളരെ കൂടുതലാവും. കൊല്ലം കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിൽ ടൗണിൽ കിടക്കുന്ന സ്ഥലമുണ്ട്, അവർക്ക് ഷെയറൂടെ കിട്ടണം. ഇതൊരു ജോയിൻറ്റ് വെഞ്ചർ ആവണം. അതിൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റാണ്. 2 പദ്ധതി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇത് സക്സസ്ഫുൾ ഒരു മോഡലാവുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 1 വർഷം കൊണ്ട് ആ കെട്ടിടം കെട്ടിത്തീർക്കണമെന്നുള്ള ലൈനോട് നമ്മൾ എടുക്കുന്നുണ്ട്. കാരണം പുതിയ സ്ട്രക്ചർ മെത്തേഡ്സ് ഉണ്ട്. 3-4 വർഷം കൊണ്ട് പണിഞ്ഞിട്ട് എന്താ കാര്യം? സ്പീഡി വേണം. അങ്ങനെ വന്നാൽ ഒരു 100 സ്ഥലത്ത് ആദ്യം വരുന്ന ഒരു 100 സ്ഥാപനങ്ങൾക്കെങ്കിലും ഇത് തുടങ്ങാം. 100 സ്ഥലത്ത് സാധാരണഗതിയിൽ അങ്ങനെ ബഡ്ജറ്റ് സപ്പോർട്ട് ചെയ്യേണ്ടതല്ലെങ്കിലും ഒരു സീഡ് മണി എന്ന് പറഞ്ഞൊരു 100 കോടി വെച്ചേക്കുന്നുണ്ട് അതിന്. കാരണം ഇപ്പോൾ ആദ്യമേ ഒരു 10-50 സ്ഥാപനങ്ങൾ വരുമോ, ഞങ്ങൾ കുറച്ച് സ്ഥലം എടുക്കാം, ഞങ്ങളിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ സീഡ് മണി കൊടുക്കുന്നതിന് കൂടുതൽ സ്ഥാപനങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ടാണ് 100 കോടി രൂപ അതിന് മാത്രം വെച്ചിട്ടുണ്ട്. ഒരു പുതിയ മേഖലയാണ് അത് വരുന്നത്. പിന്നീട് ഏജൻറ്റിക് ഹാക്കത്തോൺ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മാധ്യമ രംഗത്തെ അവാർഡുകൾ മാധ്യമപ്രവർത്തകരുടെ തന്നെ അഭിപ്രായമായിരുന്നു, കുറച്ചു കാലം മുമ്പ് നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് അതിനുള്ള ആ അവാർഡുകൾ വർദ്ധിപ്പിക്കണം. അത് വർദ്ധിപ്പിച്ചു. വലിയ തുകയുടെ അല്ല, പക്ഷെ അങ്ങനൊരു കാര്യം വന്നിട്ടുണ്ട്. കെ ഹോംസ് എന്ന് പറയുന്നൊരു പദ്ധതി വളരെ വലിയ ഒരു പദ്ധതി ആയിരിക്കും. കാരണം അത് നമ്മുടെ നാട്ടിൻപുറത്തെല്ലാം ഇപ്പം ഈ വീട്ടിൽ കാലി കിടക്കുന്ന വീടുകളുണ്ട്, ആളുകൾ താമസിക്കുന്ന വീടുകളുണ്ട്. പ്രത്യേകിച്ച് വലിയ ടൂറിസ്റ്റ് സെൻറ്ററിലൊക്കെ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന, അവരുടെ ഓണർഷിപ്പ് നിർത്തുക, ആളുകൾ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹോം സ്റ്റേ പോലുള്ളതിനേക്കാൾ ഡെവലപ്പ് ചെയ്താവുന്ന ഒരു സ്കീം പുതുതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പിന്നീട് കോവർക്കിംഗ്
സ്പേസിനെ പറ്റി നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ചില പേരുകൾ അതിൽ പറഞ്ഞു. അത് അങ്ങനെ പേരുകൾ പറയുന്നത് കുറച്ച് പേരുടെ പേര് പറഞ്ഞു, ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞില്ല എന്നുള്ള വിഷമം വരാം. പക്ഷേ വളരെ സ്റ്റാർട്ടപ്പായിട്ട് ഇപ്പോൾ തുടങ്ങിയ 10, 20, 25 വയസ്സ് ഉള്ള ചെറുപ്പക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. വളരെ ഉൾപ്രദേശങ്ങളിലൊക്കെ 100-300 പേര് വർക്ക് ചെയ്യിക്കുന്ന സ്ഥാപനങ്ങൾ. അത് നേരത്തെ IT ഒക്കെ ആയിരുന്നു. ഇപ്പോൾ മെഡിക്കൽ ഡിവൈസസ്. കഴിഞ്ഞ ദിവസം ഉപ്പേരി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത ചെറുപ്പക്കാരന് 70 കോടിയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്തേക്ക് വന്നത്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് ഉള്ള അവർക്ക് സ്വന്തമായിട്ട് സ്ഥലം ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രത്യേക ഫണ്ട്. ധനമന്ത്രി KN ബാലഗോപാൽ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു ബജറ്റിൽ എന്തൊക്കെയാണ് വകയിരുത്തിയത്, അതിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്.